സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മറ്റത്തൂരിലെ നൂലുവള്ളി പാടശേഖരത്തിന് കീഴിലുള്ള 100ഓളം കർഷകർ. 100 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ഇവിടത്തെ കർഷകർക്ക് കിട്ടാനുള്ളത്. വിരിപ്പ് കൃഷിയുടെ നെല്ല് വിറ്റ പണം സമയത്തിന് ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് പല കർഷകരും മുണ്ടകൻ വിലയിറക്കിയത്. ഒന്നാം വിളയായ വിരിപ്പ് കൃഷി കൊയ്തപ്പോൾ സപ്ലൈകോ വഴി വിറ്റഴിച്ച നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. നെല്ല് സംഭരിച്ച് 3 മാസത്തോളമായിട്ടും അതിന് വില നൽകാതെ അധികൃതർ കർഷകരെ വട്ടം കറക്കുകയാണെന്ന് നൂലുവള്ളി പാടശേഖര സമിതി സെക്രട്ടറി രാജു കദളിക്കാടൻ പറഞ്ഞു. 90ഓളം കർഷകരാണ് നൂലുവള്ളി പാടശേഖര സമിതിക്ക് കീഴിലുള്ളത്. ഇവരിൽ മിക്കവരും നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോയിലേക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിന്റെ വില അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിനായി SBI ബാങ്കാണ് തിരഞ്ഞെടുത്തത്. കുറച്ചുപേർ കനറ ബാങ്ക് അക്കൗണ്ടും നൽകി. ഇതിൽ കനറ പോലുള്ള ബാങ്കുകൾ വഴി പണത്തിന് അപേക്ഷിച്ചവർക്ക് നെല്ലിന്റെ വില ഇതിനോടകം ലഭിച്ചു. SBI ബാങ്ക് വഴി നെൽവില കാത്തിരിക്കുന്നവർക്കാണ് ഇനിയും പണം കിട്ടാത്തതെന്ന് രാജു കദളിക്കാടൻ പറഞ്ഞു. പാഡി ഓഫീസുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഉടനെ ശരിയാകുമെന്ന് മാത്രമാണ് കർഷകർക്ക് മറുപടി കിട്ടുന്നത്. SBI ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടപ്പോൾ സപ്ലൈകോയിൽ നിന്ന് 450 കോടിയോളം രൂപ നെൽവില ഇനത്തിൽ ബാങ്കിന് കിട്ടാനുണ്ടെന്നും ഇത് കിട്ടിയാലല്ലാതെ കർഷകർക്ക് നെല്ലിന്റെ പണം വിതരണം ചെയ്യാനാകില്ലെന്നുമാണ് മറുപടി കിട്ടിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മിക്കവരും ചെറുകിട നെൽ കർഷകരായതിനാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് കർഷകർ സങ്കടപ്പെടുന്നു. വിരിപ്പ് കൃഷിയുടെ നെല്ല് വിറ്റ പണം സമയത്തിന് ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് പല കർഷകരും മുണ്ടകൻ വിലയിറക്കിയത്. നൂലുവള്ളി പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ കൊയ്ത്ത് യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും വിഷമിക്കുകയാണ് കർഷകർ. മീഡിയ ടൈം, കൊടകര.